ഹലോ. പാണ്ഡ്യരാജ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ജയറാമും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള പരിമള ആൻഡ് കോ. ഇന്ന് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ട്. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് MGAGയുടെ എത്നിക് മോട്ടീവ് സാരി, സീ ബ്ലൂ പലൂച്ചരി സാരി, അതേപോലെ സ്കൈ ബ്ലൂ എംബ്രോയിഡർഡ് അനാർക്കലി കോട്ടൺ കുർത്ത, ലിബാസിൻ്റെ വൈറ്റ് എംബ്രോയിഡർഡ് കുർത്തി, പ്രിൻറ്റഡ് സ്റ്റേറ്റ് കോട്ടൺ കുർത്ത, പിന്നെ ഹാൻഡിക്രാഫ്റ്റഡ് മുൾമുൾ ചിക്കൻകാരി ഓറഞ്ച് കുർത്തി, പിന്നെ രംഗ്മഞ്ച് ബൈ പാന്തലുവിൻ്റെ പിങ്ക് കുർത്തി. ഇതിനൊക്കെ മിന്ത്രയിൽ ഓഫറുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുക. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയും തമാശയൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ഇത് സിനിമയായിട്ട് കണ്ടപ്പോൾ അത്രക്കൊന്നും ശരിക്കും അത്രക്ക് നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഈ പരിമള എന്ന് പറയുന്നത് ശരിക്കും ജയറാമിൻ്റെ ക്യാരക്ടറാണ്. അവരെ ഒരു വില്ലൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വില്ലൻ മരിക്കുന്നു. അങ്ങനെ ഇവർ അതിൻ്റെ നേരിലേക്ക് വരുന്നതാണ് കഥ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി കാണിക്കുന്നതിന് നമുക്കൊരു എന്താ പറയുക, ഒരു ഐക്യമില്ലാത്തൊരു ഫാമിലി പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ പരസ്പരം 4 പേരുണ്ട്. 4 പേർക്കും ജയറാമും ഉർവശിയും 2 പിള്ളേരും ഇവരുടെ ക്യാരക്ടേഴ്സ്, അത് പരസ്പരം ഒരു വിശ്വാസമോ പരസ്പരം ഒരു ഐക്യം ഇല്ലാത്തൊരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ പരിമളയും ഭാര്യ ആയാലും അതുപോലെ തന്നെ ഈ 2 പിള്ളേരായാലും പരസ്പരം തമ്മിൽ ഏതൊരു ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു പോസിറ്റിവിറ്റി നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ സംസാരവും എല്ലാം പരസ്പരം ഒരു തമാശയ്ക്ക് വേണ്ടി ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊരു വിധത്തിലും അതിലൊരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഉള്ളൊരു ഫാമിലി ആയിട്ടാണ് തോന്നിയത്. കഥയുടെ ഒരു കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ ആ കഥയുടെ ഒരു ഒഴുക്കമൊന്നും നോക്കാതെ എല്ലാ സീനിലും ഇങ്ങനെ കോമഡി ഇങ്ങനെ കുത്തി നിറച്ചതുപോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇതിൽ തന്നെ ജയറാമിൻ്റെ ക്യാരക്ടർ, പരിമളയുടെ ക്യാരക്ടറുടെ ചേച്ചി മരിക്കുന്നുണ്ട്. ഉർവശിയും ജയറാമുമായിട്ട് ആ പരിമളവും തമ്മിലുള്ള, ഉർവശിയുടെ ക്യാരക്ടർ സ്വാതന്ത്ര്യ എന്ന പേര്, അവർ തമ്മിലുള്ള സംഭാഷണം തന്നെ ഒരു മനുഷ്യത്വമോ അല്ലെങ്കിൽ ഒരു മനുഷ്യ തമ്മിലുള്ള ഒരു ഐക്യം ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു സംഭാഷണ രീതിയാണ്. ഒരാൾ മരിച്ചു കിടക്കുന്നത്, നമ്മൾ എത്ര ശത്രുവാണെങ്കിലും അവരോട് നമുക്കൊരു മരണത്തോടുള്ള അല്ലെങ്കിൽ ആ ഒരു ബോഡിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇതിനോടുള്ള മൃതശരീരത്തോടുള്ള നമുക്കൊരു സിമ്പതി എന്ന് പറയുന്നുണ്ടാവില്ല. ഒന്നുമില്ലാതെ ഒരു വക സംസാരമൊക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീട്ടിൽ ചെന്നപ്പോൾ ഉർവശിയുടെ ക്യാരക്ടറിൻ്റെ ഒരു വക കരച്ചിലും അഭിനയം. അപ്പോൾ നമുക്കെന്തോ ചിരി വരണമെന്ന് വിചാരിച്ച് ഇവർ ചെയ്തതുപോലെ, പക്ഷേ അവിടെ ചിരിയല്ല വരുന്നത്, നമുക്ക് അവരോട് ഒരു ദേഷ്യമാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ പിള്ളേരുടെ സംസാരം എല്ലാം ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ ഒരു കൂടുതൽ അവർ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഒരു പാളിപ്പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ സാൻഡി അവതരിപ്പിക്കുന്ന വർഗീസിൻ്റെ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറൈസേഷൻ ഭയങ്കരമാണ്. ഒരു ദുഷ്ടതയുടെ മൂർത്തിഭാവം എന്ന് പറയുന്ന പോലെ. പക്ഷേ അതും അവിടെ ആ അമ്മയും അവർ 2 പേരും ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നതും അവരുടെ ആ ഫാമിലിയും അതെല്ലാം നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ഫാമിലി അത് ശരിയായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത് ക്രൂരതയുടെ പര്യായമാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടറൈസേഷനും അവരുടെ ആ 2 പേരും ആ കാസ്റ്റിങ്ങും അല്ല, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും അപ്പോൾ ഒരു ഗോമതി ഈ പരിമളയുടെ മോളുടെ പുറകിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു ഗോമതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കയറി വന്നു. പിന്നെ ഒരു പാട്ട് സീൻ, അതൊക്കെ എന്തിനു വേണ്ടി ഒരു പാട്ട് സീൻ അവിടെ കുത്തിക്കേറ്റിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോയി. കഥയിൽ കുറച്ചെങ്കിലും നമുക്കൊരു കണക്റ്റ് തോന്നുന്നത് ഇവരുടെ ഫാമിലി ആയിട്ടാണ്. ഇവരുടെ ഫാമിലി പിന്നെ മിസ്കിൻ്റെ ക്യാരക്ടറുണ്ട്, പോലീസ് ഇൻസ്പെക്ടറായിട്ട്. അവരുടെ ആ ലാസ്റ്റ് വരുമ്പോൾ അവരുടെ ഫാമിലി ആയിട്ട് നമുക്കൊരു കണക്റ്റ് തോന്നുന്നുണ്ട്. അവിടെ നമുക്കൊരു ഇവിടെ എന്തൊക്കെയോ ഒരു നല്ല ഒരു കഥ ഇതിൽ ശരിയായ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നിയത് അപ്പോഴാണ്. ആ ഒരു ക്യാരക്ടറും അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ക്ലൈമാക്സിനോടടുത്തൊക്കെ. പിന്നെ ക്ലൈമാക്സിലും കുറേ ട്വിസ്റ്റുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു. 2 പ്രാവശ്യം കാണേണ്ടി വന്ന ക്ലൈമാക്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ. അത് കുറേ കൂടെ ഒരു അതിൽ കുറച്ചൊരു കഥയുണ്ടെന്ന് തോന്നി. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആ ലാസ്റ്റൊക്കെ വന്നപ്പോൾ കുറച്ച് നമ്മളെ ഒന്ന് പിടിച്ചിരുത്തുന്ന രീതിയിലും വന്നെങ്കിലും ഈ കഥയിൽ മൊത്തം കഥ ഉടനീളം പോയിരിക്കുന്നത് ഒട്ടും നമുക്കൊരു മനസ്സിന് ചേരാത്ത രീതിയിലുള്ള ഒരു കഥയും ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജയറാം സാധാരണ കോമഡി സീൻസൊക്കെ വരുമ്പോൾ ഒന്ന് അഴിഞ്ഞാടാറൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇതിൽ ജയറാം നല്ല ഒതുക്കത്തോടു കൂടി തന്നെയാണ് ആ ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ജയറാമിനെ ഇഷ്ടമായി. പിന്നെ ഉർവശിയുടെ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. ഉർവശി പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, പുള്ളിക്കാരി ആ ഒരു റേഞ്ചാണ്. പിന്നെ പിള്ളേരായിട്ട് വന്നവരും കൊള്ളാം. പിന്നെ സാൻഡിയുടെ വർഗീസിൻ്റെ അമ്മയായിട്ട് വന്നത്, പിന്നെ സാൻഡിയുടെ വർഗീസ്, പിന്നെ മിസ്കിൻ, അങ്ങനെ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക.
ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ബായ്.